നമസ്കാരം. ധനേന്ദ്രൻ വേദിനിടിക്കുകയാണ്. ഒരു പ്രഷറിന്റെ ആരംഭഘട്ടം നമ്മൾക്കൊരു ചെറിയൊരു BP തോന്നി. എന്താണ് നമ്മൾക്ക് ശരീരത്തിൽ പെട്ടെന്നൊരു BP ഉണ്ടാകാൻ കാരണം? ഡോക്ടറെ കാണാം, വൈദ്യനെ കാണാം, അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ആരംഭഘട്ടത്തിൽ ചുമ്മാ ഒരു കുടം വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഉലുവ, 4 തണ്ട് കറിവേപ്പില, 1 തണ്ട് മുരിങ്ങയില, ഇത് 4 കൂടി ഒരു 2 ലിറ്റർ വെള്ളത്തിൽ കഷായം വെച്ച് 1 ലിറ്ററാക്കി ആ വെള്ളം ഒരു ദിവസം കൊണ്ട് കുടിച്ചു തീർക്കുക. ഒരു 7, 8, 10, 12 ദിവസം നിങ്ങൾ കുടിച്ചാൽ നിങ്ങളുടെ ബോഡിയിലുള്ള BP കുറയുകയും കൊളസ്ട്രോൾ പെട്ടെന്ന് മാറുകയും ചെയ്യും. എത്ര വലിയ കൊളസ്ട്രോൾ ഉണ്ടെങ്കിലും അതിന്റെ റേഞ്ച് പെട്ടെന്ന് കുറഞ്ഞു വന്നിട്ട് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും കൊളസ്ട്രോൾ നിശേഷം മാറും. നല്ല ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാം. ഹൃദയ സംബന്ധമായ രോഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒഴിവാകാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കുക. അപ്പോൾ അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു രഹസ്യയോഗം എന്താണ്? ഒരു കുടം വെളുത്തുള്ളി, ഒരു വെളുത്തുള്ളി മുഴുവനായിട്ടുള്ളത്, 1 ടീസ്പൂൺ ഉലുവ, കറിവേപ്പില, മുരിങ്ങയില. ഈ സാധനം നമ്മുടെ നിത്യം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒന്ന് ഉപയോഗിച്ച് നോക്കിക്ക്. നിത്യം ഒന്ന് ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ജീവിതം ഒന്ന് നോക്കിക്ക്. ആഴ്ചയിൽ ഒരു ദിവസം രസവും, ഞാൻ പറഞ്ഞതുപോലെ ഇഞ്ചിയും മോരും ഒക്കെ ചേർന്ന മിശ്രിതങ്ങളും, നന്നായിട്ടുള്ള വെള്ളങ്ങളും, നല്ല വെജിറ്റബിളുകൾ തിരഞ്ഞെടുത്തുള്ള കറികളും, രാത്രികാലങ്ങളിൽ നമ്മുടെ അകത്തുള്ള ആൾക്കാർക്ക് നേരത്തെ ഒന്ന് വിശ്രമിക്കാൻ പാകത്തിനുള്ള ഭക്ഷണങ്ങൾ അല്പം നേരത്തെ കഴിച്ച് നല്ല സുഖമായി ഉറങ്ങുകയും ചെയ്തു നോക്കിക്ക്. അവരൊരു 10-12 മണിവരെ അകത്തുള്ള ആൾക്കാർ പാറമടയിൽ പണിയെടുത്തിട്ട് ഒന്ന് കിടന്നുറങ്ങട്ടെ. അവരൊന്നും ഉറങ്ങും, നമ്മൾ ഉറങ്ങുന്ന കൂട്ടത്തിൽ അവരൊന്നും ഉറങ്ങട്ടെ. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ 4 മണി സമയമാകുമ്പോൾ നമ്മുടെ ശരീരം കിലുകില വിറയ്ക്കണം വിശന്നിട്ട്. ആ വിശപ്പെന്ന് പറയുന്ന സാധനം നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും അറിയുന്നുണ്ടോ? എന്താണ് കാരണം? രാവിലെ എഴുന്നേറ്റാൽ പോലും വിശപ്പില്ലല്ലോ. എങ്ങനെയെങ്കിലും നിർബന്ധിച്ചല്ലേ നമ്മൾ ഭക്ഷണം കഴിപ്പിക്കുന്നത് നമ്മളെ കൊണ്ട്, ഭാര്യയും മക്കളും ഒക്കെ. അപ്പോൾ അത് ആദ്യം മാറണം. നമ്മുടെ ശരീരം വിശക്കണം. നന്നായിട്ട് വിശക്കാൻ പാകത്തിൽ നമ്മുടെ ശരീരം വർക്ക് ചെയ്യണം. നേരത്തെ ഭക്ഷണം കഴിക്കണം. വൈകിട്ട് ആവശ്യമില്ലാത്ത കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ, ധാരാളം കട്ടിയുള്ള ഭക്ഷണങ്ങൾ, നട്ട്സുകൾ, ബേക്കറികൾ ഒരു കാരണവശാലും നൈറ്റിൽ വേണ്ട. നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ അകത്ത് ഇരിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് വിശ്രമിക്കാൻ ഞാൻ അവസരം ഇന്ന് മുതൽ ഒരുക്കും എന്നുള്ളൊരു ധാരണയോടെ ജീവിച്ചു നോക്കൂ. പ്രഷറിൽ നിന്ന് നിങ്ങൾക്ക് മോചനമുണ്ടാകും. എന്നിട്ട് നിങ്ങൾ പറയൂ, BP ഒരു മഹാരോഗമാണോ അല്ലയോ, ഞാൻ വരുത്തി വെക്കുന്നതാണോ അല്ലയോ എന്ന്. രണ്ടാമത് ടെൻഷൻ. ആ ടെൻഷനിൽ നിന്ന് നിങ്ങൾ മാറണം. അതിന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നല്ലൊരു ജീവിതം നയിക്കണ്ടേ? എത്ര കാലം ഈ ഭൂമിയിൽ? 2000 വർഷമോ അതോ 10,000 വർഷമോ? കുറച്ചു കാലം. ഈ വളരെ ചുരുങ്ങിയ കാലം ഭൂമിയിൽ തമ്പുരാൻ ജീവിക്കാൻ അവസരം തന്നിട്ടുണ്ട്. അതിന് കാർഡൊന്നും തന്നിട്ടില്ല തമ്പുരാൻ. നീ ഇന്ന സെപ്റ്റംബർ മുതൽ ഇത്ര വർഷം സെപ്റ്റംബർ വരെ ജീവിച്ചുകൊള്ളാൻ ആരെങ്കിലും കാർഡ് തമ്പുരാൻ തന്നിട്ടുണ്ടോ? ഇഷ്ടമുള്ളപ്പോ തിരിച്ചു വിളിക്കും. അപ്പൊ ഞാൻ ഈ നാളെയാണ്, അടുത്ത സെക്കൻഡിൽ എന്റെ മരണമാണെന്ന് മനസ്സിൽ വിചാരിച്ചുകൊള്ളൂ. നല്ല സ്വഭാവം ഉരുത്തിരിയും. മറ്റുള്ളവരോട് നല്ലത് സംസാരിക്കും. ആരോടും ദേഷ്യപ്പെടുകയില്ല, വിദ്വേഷമില്ല, പകയില്ല, കുശുമ്പില്ല, കുന്നായ്മയില്ല. പിന്നെ നമ്മുടെ ബോഡി സാത്വികമല്ലേ? നല്ല ഇണങ്ങുന്നൊരു ശരീരമായിട്ട് മാറും. പിന്നെ എവിടെയാണ് നമ്മൾക്ക് ടെൻഷൻ? എന്തിനാണ് നമ്മൾ ആശുപത്രിയിലും ഡോക്ടറുടെ റൂമിലും ഒക്കെ പോയി ക്യൂ നിൽക്കുന്നത്? നല്ല മനസ്സിന്റെ ഉടമകളായിട്ട് മാറാം. നമ്മുടെ പ്രശ്നങ്ങൾ അതിനെ പോസിറ്റീവായിട്ട് ചിന്തിക്കാം. നെഗറ്റീവുകൾ മാറണം നമ്മുടെ ശരീരത്തിൽ നിന്നും. എനിക്ക് ഇന്നലെ വരെ സംഭവിച്ചത്, ഈ നിമിഷം വരെ സംഭവിച്ചതിനെ ഞാൻ അങ്ങോട്ട് തിരസ്കരിക്കുന്നു. അതെനിക്ക് തമ്പുരാൻ നല്ലത് വരുത്തിയിട്ടാണ്. ഏത് ജാതിയും, ഏത് മതത്തിലും, ഏത് വർഗത്തിലും, ഏത് വർണ്ണത്തിലുമായിക്കൊള്ളട്ടെ, അവിടെ വിളിക്കണം പരമകാരുണ്യവാനായ പടച്ച തമ്പുരാൻ. ഇസ്ലാം ആണെങ്കിൽ, അല്ലെങ്കിൽ ഭഗവാനെ കൃഷ്ണ, നീ എനിക്ക് തന്നത് ഇതിനാണ്, എനിക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ്, എനിക്കിത് ടെൻഷനല്ല എന്ന് ചിന്തിച്ചു നോക്കൂ. ക്രൈസ്തവനാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് തന്നത് നല്ലതിന് വേണ്ടിയിട്ടാണ്. വിളിക്കൂ. ജാതിയും മതമൊക്കെ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ മനസ്സിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ മറ്റു കാര്യത്തിനല്ല. അവിടെ വിളിച്ച് ശരീരത്തെ സ്വാത്വികമാക്കണം. നെഗറ്റീവായിട്ട് ടെൻഷൻ അടിച്ച് ഒരിടത്തും ഇരിക്കരുത്. അടുത്ത നിമിഷത്തിലേക്ക്, അടുത്തതിലേക്ക് കുതിക്കണം. അല്ലാതെ കടം കയറിയെന്നോ, രോഗം വന്നെന്നോ, ദുരിതം വന്നെന്നോ, സ്വന്തക്കാരിൽ നിന്നോ, ബന്ധുക്കാരിൽ നിന്നോ, കുഞ്ഞുങ്ങളിൽ നിന്നോ എന്തെങ്കിലും വിഷമതകൾ ഉണ്ടായാൽ വിഷമിച്ചിരിക്കേണ്ടവരല്ല നമ്മൾ. കുറച്ചു കാലമേ ഭൂമിയിലുള്ളൂ. അടുത്ത കാര്യങ്ങളിലേക്ക് നീങ്ങി എന്റെ ജീവിതത്തെ സജ്ജമാക്കുമെന്നുള്ള നല്ല ഉറച്ച മനസ്സോടുകൂടി മുന്നോട്ട് നീങ്ങൂ. നിങ്ങളുടെ ശരീരത്തെ BPയും കൊളസ്ട്രോളും ഒന്നും ഉണ്ടാവില്ല. സത്യം. നമുക്കൊന്ന് ജീവിച്ചു നോക്കാം. നന്ദി, നമസ്കാരം. ധനേന്ദ്രൻ വേദിനിടിക്കുകയാണ്.